കള്ളപ്പണം കടത്തിയെന്ന പരാതിയിൽ തെളിവില്ലെന്ന പോലീസ് റിപ്പോർട്ടിൽ പ്രതികരിച്ച് പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം എത്തിയത് ശ്രദ്ധേയമായി. ജനഹിതത്തെ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് സിപിഎം നടത്തിയതെന്നും പെട്ടിക്കകത്തും ഇവർ ഉന്നയിക്കുന്ന രാഷ്ട്രീയത്തിനകത്തും ഒന്നുമില്ലെന്ന് പാലക്കാട് ജനത തിരിച്ചറിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നേതാവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഇതൊക്കെ വിശ്വസിച്ച് ജനഹിതം മറ്റൊന്നായിരുന്നുവെങ്കിലോ? ജനങ്ങൾ പ്രബുദ്ധരാണെന്ന ബോധം സിപിഎമ്മിനും ബിജെപിക്കും വേണം. ബിജെപി 2ാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലമാണ് പാലക്കാട്. അവിടെ വിജയിക്കാൻ ഏത് ഹീനമായ വഴിയും അവർ നോക്കും. എന്നാൽ ബിജെപിയെ ജയിപ്പിക്കാൻ സിപിഎം എന്തിനാണ് ഇറങ്ങിത്തിരിച്ചത്? മന്ത്രിയും മന്ത്രിയുടെ അളിയനും നടത്തിയ രാഷ്ട്രീയ നാടകമാണ് ട്രോളി വിവാദം. പെട്ടി വിവാദം സിപിഎം മടക്കിയാലും ഞങ്ങൾ മടക്കില്ല. ഈ വിഷയത്തിൽ മാനനഷ്ട കേസ് കൊടുക്കും. അതുകൂടാതെ ബിന്ദു കൃഷ്ണയും ഷാനിമോൾ ഉസ്മാനും നൽകിയ പരാതിയിൽ നിന്നും ഞങ്ങൾ പിന്നോട്ടു പോകില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. അതേസമയം പാലക്കാട് പാതിരാ നാടകം നടത്തിയ മന്ത്രി എം വി രാജേഷ് ജനങ്ങളോട് മാപ്പു പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സെർച്ച് വാറന്റ് ഇല്ലാതെയാണ് വനിതാ നേതാക്കളുടെ മുറിയിൽ പോലീസ് പരിശോധന നടത്തിയത്. കോൺഗ്രസിനെതിരെ 6 വിവാദങ്ങളാണ് സിപിഎം ഉന്നയിച്ചത്, അതും 3ാം സ്ഥാനം ഉറപ്പിച്ചിട്ട്. ഞങ്ങളെ തോൽപ്പിച്ച് ബിജെപിയെ ജയിപ്പിക്കാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ശ്രമമായിരുന്നു സിപിഎം നടത്തിയതെന്ന് വി.ഡി. സതീശൻ ആരോപിച്ചു. ഉപതിരഞ്ഞെടുപ്പിനിടെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിനു വേണ്ടി ട്രോളിയിൽ കള്ളപ്പണം കൊണ്ടുവന്നുവെന്നായിരുന്നു സിപിഎമ്മിന്റെ ആരോപണം. കോൺഗ്രസ് സ്ഥാനാർത്ഥി താമസിച്ച ഹോട്ടലിലേക്ക് നീല ട്രോളി ബാഗിൽ പണം കടത്തി എന്നാരോപിച്ച് കോൺഗ്രസിന്റെ വനിതാ നേതാക്കളടക്കം താമസിച്ച മുറികളിൽ അർദ്ധരാത്രിയോടെ പോലീസ് പരിശോധന നടത്തുകയായിരുന്നു. സംഭവം പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയായി. അതേസമയം വനിതാ പോലീസുകാർ പോലും ഇല്ലാത്ത വനിതാ നേതാക്കളുടെ മുറി പരിശോധിച്ച സംഭവത്തിൽ കോൺഗ്രസ് വലിയ പ്രതിഷേധം തന്നെ തീർത്തു. വിഷയത്തിൽ ഹോട്ടലിന് മുന്നിൽ കോൺഗ്രസ്, സിപിഎം, ബിജെപി പ്രവർത്തകർ ഏറ്റുമുട്ടുന്ന സാഹചര്യവും ഉണ്ടായി. റെയ്ഡിനെതിരെ എസ്.പി ഓഫീസിലേക്ക് വമ്പൻ പ്രതിഷേധ മാർച്ച് തന്നെ കോൺഗ്രസ് നടത്തി. വനിതാ നേതാക്കളെ അടക്കം അണിനിരത്തിയായിരുന്നു പ്രതിഷേധം. പിന്നാലെ റെയ്ഡിനെതിരെ ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഇതിനിടെ ട്രോളിയുമായി യൂത്ത് കോൺഗ്രസ് നേതാവ് ഹോട്ടലിലേക്ക് വരുന്ന ദൃശ്യങ്ങൾ സിപിഎം പുറത്തുവിട്ടു. എന്നാൽ ബാഗിൽ തന്റെ വസ്ത്രങ്ങളായിരുന്നുവെന്ന് സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ വിശദീകരിച്ചു. പക്ഷേ പണം കടത്തിയെന്ന ആരോപണത്തിൽ തന്നെ സിപിഎം ഉറച്ചുനിന്നു. സംഭവത്തിൽ പോലീസിന് പരാതിയും നൽകി. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലും സിപിഎം വിഷയം സജീവ ചർച്ചാ വിഷയമാക്കി. ഇതിനെ ചൊല്ലി സിപിഎമ്മിൽ അഭിപ്രായ ഭിന്നതകൾ ഉയർന്നിരുന്നു. എന്നാൽ വിഷയം ചർച്ചയാക്കണമെന്നത് തന്നെയായിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട്. ഇതിനിടയിലും കോൺഗ്രസിനെതിരെ നിരവധി CCTV ദൃശ്യങ്ങൾ സിപിഎം പുറത്തുവിട്ടിരുന്നു. സിപിഎം പരാതിയിൽ ജില്ലാ പോലീസ് മേധാവി അന്വേഷണത്തിന് ഉത്തരവിടുകയുണ്ടായി. എന്നാൽ പരിശോധനയിൽ പണം കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ കേസുമായി മുന്നോട്ടു പോകുന്നതിൽ കാര്യമില്ലെന്നായിരുന്നു പോലീസ് നിലപാട്.